ഉപകരണക്ഷാമത്തെ തുടർന്ന് സർക്കാർ ആശുപത്രികളിലെ ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധിയിലായതിൽ ഉപകരണ വിതരണക്കാർ ആശുപത്രികളിലെത്തി. തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം മെഡിക്കൽ കോളേജുകളിലാണ് വിതരണക്കാർ എത്തിയത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി ചർച്ച നടത്തും. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, നേരത്തെ ആരോഗ്യമന്ത്രി പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് സൗജന്യ ചികിത്സ നൽകി എന്നുള്ളത് കൊണ്ടാണ് സർക്കാരിന് ഈ പ്രതിസന്ധി ഉണ്ടായത്, അത് പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടാകും എന്നുള്ളതാണ്. ഈ ചർച്ചകൾ എപ്പോഴാണ്? ഉപകരണ വിതരണക്കാർ അവർ ഈ പ്രതിഷേധത്തിലായിരുന്നു. കാരണം അവർക്ക് ഒരുപാട് തുക കൊടുത്തു തീർക്കാനുണ്ടായിരുന്നു. ആ തുക നൽകാതെ ഇനി ഉപകരണങ്ങൾ വിതരണം ചെയ്യില്ല എന്നുള്ള കടുത്ത നിലപാടിലേക്ക് അവർ പോയി. അതൊരു സുപ്രഭാതത്തിൽ അവർ സ്വീകരിച്ച നിലപാടല്ല. അവർ പല തവണയായി സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയതാണ്. ഈ കുടിശ്ശിക തന്നു തീർക്കണം, വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്, അതിനാൽ തന്നെ ഇനിയും കുടിശ്ശിക തന്നു തീർത്തില്ല എങ്കിൽ വിതരണം നിർത്തിവെക്കുമെന്ന് പല ആവർത്തി സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ അവർ പറഞ്ഞതാണ്. പക്ഷേ അതിനുശേഷവും സർക്കാർ തുക നൽകാൻ തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ സെപ്റ്റംബർ 17-ന് കുറച്ച് തുക 100 കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു. അത് തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെ വിതരണം ചെയ്തൊരു താൽക്കാലിക പ്രശ്നപരിഹാരം എന്നുള്ള നിലയ്ക്കാണ് സർക്കാർ അതിനെ കണ്ടിരുന്നത്. അന്ന് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി 100 കോടി രൂപ അനുവദിച്ചു. അതിൽ 65 കോടി രൂപ സർക്കാർ ആശുപത്രികൾക്കും 35 കോടി സ്വകാര്യ ആശുപത്രികൾക്കും നൽകാനുള്ള തീരുമാനമായിരുന്നു. KMCL-നും കാരുണ്യ സുരക്ഷാ പദ്ധതിക്കും ഇടക്കാല തുക അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ സർക്കാരിന്റെ സൗജന്യ ചികിത്സ എന്ന് പറയുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമോ വീണ ജോർജ് ആരോഗ്യമന്ത്രിയായതിനു ശേഷമോ മാത്രം തുടങ്ങിയ കാര്യമല്ല, അത് കാലങ്ങളായി നടക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം മാത്രം ചൂണ്ടിക്കാട്ടി ഈ ഉപകരണ വിതരണക്കാരുടെ പണം കൊടുക്കാതിരിക്കുന്നതിൽ ന്യായമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ശരി. എന്തായാലും ഇന്നിപ്പോൾ ആ ഉപകരണ വിതരണക്കാർ നേരിട്ട് ആശുപത്രികളിലേക്ക് എത്തിയിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിലെത്തി ചർച്ചകൾ നടക്കുകയാണ്. അമലാണ് വിവരങ്ങൾ നൽകിയത്.